അതെ ഫാസിൽ പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂളിലേക്കാണ് പോണത്. സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ അവരുടെ രീതികളും സമ്പ്രദായങ്ങളൊക്കെ എനിക്ക് പറ്റുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ചേരൂ. ഇല്ലെങ്കിൽ അതേപോലെ തിരിച്ചു പോരും. പിന്നെ കിടുകിടിന്ന് വർത്തമാനം പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ അമ്മ 1 മാസം കൊണ്ടാണ് അവരിത് പഠിപ്പിക്കുന്നത്. ഇവിടെ 1 മാസം കൊണ്ടൊക്കെ അത് പഠിച്ചെടുക്കുവോ? വേണ്ട പറയുന്നത് കേട്ടല്ല. ഒരൊറ്റ മാസം അതിനപ്പുറത്തോട്ട് പോകത്തില്ല. പഠിച്ചെടുത്തോണം ബുദ്ധിയായിട്ട്. അമ്മ ഞാൻ 2 ആഴ്ച കൊണ്ട് പഠിക്കും. കേട്ടല്ലോ. എനിക്കെന്താ എനിക്ക് ആകെ പേടിയാവുന്നു. നീ കരുന്നാ കൊണ്ടൊന്നും പറയരുതേ. പറഞ്ഞത് കേട്ടല്ല. ബുദ്ധിയായിട്ട് പഠിച്ചെടുത്തോളണം കേട്ടാ. പോയിട്ട് അമ്മയുടെ കാല് വീണ അനുഗ്രഹമൊക്കെ വാങ്ങിക്കൊരു നല്ല കാര്യത്തിന് പോവല്ലേ. അമ്മ പ്രാർത്ഥിക്കണം. പോയിട്ട് വാ. പോയിട്ട് മോളെ എൻ്റെ കാര്യം മറക്കരുത്. വാക്കാണേ. ഒന്നുമില്ല. പോയിട്ട് വരി. ഓരിങ്ങോട്ട് വെള്ളിലേക്ക് പോയേക്കാ. പുറത്തു പോയാ? എന്റെ പേര് ഫാസിലിന്റെ ഫ്രണ്ടാണ് ടൈറ്റസിയറിന്റെ. ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ കനകന്റെ വൈഫിന് ഡ്രൈവിംഗ് പഠിക്കണം. ജമന്തി ആണോ? മോളെ അപ്പൊ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്തൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞു? ആദ്യം ഒരു അഡ്മിഷൻ ഫോം ഉണ്ടേ, അതൊന്ന് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യാം. പിന്നെ ഓൺലൈൻ വഴി ലേണേഴ്സിന് അപ്ലൈ ചെയ്യണം. അതിനൊരു ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യണേ. പിന്നെ ഐ ടെസ്റ്റ് വേണം, അത് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ്. അതല്ല, എനിക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല. അല്ലേലും അത് വേണമല്ലോ. അത് വായോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഡോക്ടർ എഴുതി സർട്ടിഫൈ ചെയ്യണം. വേറെ ഒരു 7 ഫോട്ടോയും കൂടെ വേണം. അയ്യോ ഫോട്ടോ നമ്മൾ എടുത്തില്ലല്ലോ. 4 ഫോട്ടോ ഞാൻ തന്നില്ലേ? 4 എന്റെ പേഴ്സിലുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഫോട്ടോ നമുക്ക് നാളെ കൊടുക്കാം. മതി മതി. പിന്നെ വേറൊരു കാര്യം, ഈ ഡ്രൈവിംഗ് പഠിച്ചിട്ട് നമുക്ക് ലൈസൻസ് കിട്ടുമ്പോഴത്തേന് നമ്മൾ എന്താ അതിന്റെ ഫീസ് എങ്ങനെയാ? 10,000 രൂപയാണ്. 10,000 രൂപയോ? അപ്പൊ ടൂ വീലറിന് അതിന് എക്സ്ട്രാ തരണം. അതെത്രേ? 5,000. എനിക്ക് 4 വീലർ മതി. അല്ലെന്ന് ഏതെങ്കിലും ബുദ്ധിമുട്ടിനല്ലേ, ടൂ വീലറും കൂടി എടുത്തോ. രണ്ടും കൂടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് വേണ്ട 4 വീലർ മതി തൽക്കാലം, നമുക്ക് അത് മതി. പിന്നെ മോളെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, അതാണിപ്പോ പ്രധാനപ്പെട്ട കാര്യം. ഈ സ്ത്രീകൾ തന്നെയല്ലേ പഠിപ്പിക്കുക? അമ്പിളിയാണ് പഠിപ്പിക്കുന്നത്. അത് മതി. അമ്പിളിയാണ് ഇവിടെ എല്ലാവരെയും പഠിപ്പിക്കണ നല്ല ടീച്ചറാണല്ലേ. പിന്നെന്താ, കൂടുതൽ എല്ലാ പെണ്ണുങ്ങളെയും പഠിപ്പിക്കണത് ഈ അമ്പിളി തന്നെയാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അയ്യോ, എന്നാ ഇന്നെ ക്ലാസ് തുടങ്ങാം. ടീച്ചറെ ഒന്ന് വിളിക്കോ? അമ്പിളി, അമ്പിളി ഇവിടെ ഉണ്ടോ? ഇതാണോ ടീച്ചർ? അല്ല അപ്പൊ സ്ത്രീകളാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ട്? വേറൊരു അമ്പിളി ഉണ്ടല്ലോ, ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ടുള്ള. അല്ല ഞാൻ കണ്ടിട്ടുണ്ടല്ലോ വണ്ടി വഴിയിലൊക്കെ. ഇല്ലേ? എന്തായി? ഇതാണോ നീ മറ്റേ പെണ്ണുങ്ങളെ പഠിപ്പിക്കണ ലേഡി ടീച്ചർ അമ്പിളി എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ അടുത്ത് വല്ലതും മാറിയതായിരിക്കുള്ളൂ. ഞാൻ കണ്ട അമ്പിളി ഇതല്ല. പിന്നെ നീ കണ്ട അമ്പിളി ഏതാണ്? വേറെ അമ്പിളിയാ. ഈ അറിയാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട. എന്ത് കാര്യം നിനക്ക്? വേറെ ഇഷ്ടംപോലെ ഡ്രൈവിംഗ് സ്കൂളുകളുണ്ടല്ലോ, അവിടെ പോയാൽ പോരെ. എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങളെ വേറെ സ്ത്രീകളെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും സ്ഥാപനം നോക്കട്ടെ. എന്ത് വേണ്ട? സ്ത്രീകളെ പഠിപ്പിക്കാൻ സ്ത്രീകളുടെ സ്ഥാപനങ്ങളിലേ അവിടെ പോയി പഠിച്ചാൽ പോരെ. എൻ്റെ പൊന്ന് ചേട്ടാ, ഒരു കുഴപ്പമില്ല. ഞാൻ എന്തുമാത്രം സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്. പിന്നെ ഡ്രൈവിങ്ങിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള ആളാണ്, സ്വർണ്ണ മെഡൽ. നാളും എടുക്കാനാണ്, ഒരു ശല്യം ഉണ്ടാവില്ലെന്നേ എനിക്കറിയ കനക. വേണ്ട, നീ അങ്ങോട്ട് ചേർക്ക് കനക. ഇത്രയും പേരെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ പേടിക്കണത്? സഹായത്തിന് ഈ കുട്ടി ഉണ്ടാവും. പോകുന്നത് ഫില്ല് ചെയ്ത്. പിന്നെ ഇത്ര ആളുകൾ അവൻ പഠിപ്പിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അതിന്റെ ജമന്തി എവിടെ നിന്ന് ഇറങ്ങിയാണ് അത് ഫില്ല് ചെയ്ത് കൊടുത്തത്? ഫില്ല് ചെയ്തോ? ഏട്ടനെഴുത്, വഴക്കില്ലാതെ എന്നെ ചേർക്ക്. അമ്മനോട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടുണ്ടോ? അരിഞ്ഞ് വേറെ സ്ഥലത്ത് പോകണ്ട. കനകൻ ഞാനല്ല പഠിക്കുന്നത്, ഇവളല്ലേ? എന്നാ ജമന്തി കനക. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഭഗവാനെ, ഈശ്വരനെ ധ്യാനിക്കണം. നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. കൈ ഇവിടെ വെച്ച് ഓക്കെ, ഇതാണ് ഗിയർ. ഇടത് കാലുകൊണ്ട് നമ്മളിങ്ങനെ ക്ലച്ചിൽ ഒന്ന് ചവിട്ടിയിട്ട് ഗിയർ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗിയർ ചേഞ്ച് ആയി. ഇനി അടുത്ത ഗിയർ, സാറ് ഈ ലെഫ്റ്റ് കാലുകൊണ്ട് ക്ലച്ച് താഴത്തി പിടിച്ചിട്ട് ഗിയർ ചേഞ്ച് ചെയ്യും. ഇതാണ് സെക്കൻഡ് ഗിയർ. എന്താണ് സെക്കൻഡ് ഗിയർ?
ഏട്ടാ ആ ഞാൻ ആദ്യമായിട്ട് കാറിൽ കയറി ഇരുന്നപ്പോഴേ ഏട്ടാ ഉം. എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു അറിയാമോ? എന്നിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞോ. ആ അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറയൂട്ടോ. ഉം. സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ബ്രേക്കും ക്ലച്ചും ചവിട്ടണം. ഉം. അത് താഴെ ഇരിക്കണേ, താഴെ. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കൂലേ? അപ്പൊ സാറിന് വഴക്ക് പറഞ്ഞു, ഇങ്ങനെ നോക്കിക്കൊണ്ട് ഓടിച്ചാൽ കാർ പോയിട്ട് ഇടിക്കൂലേ, നേരെ നോക്കിയിട്ട് ഇങ്ങനെ ചവിട്ടണമെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ചവിട്ടി. അത് കഴിഞ്ഞ് കാർ ഇങ്ങനെ ഓടി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മള് അതിന് മുമ്പ് ഇങ്ങനെ കാണിച്ചു തന്നു. 1 2 3 4 ഗിയർ ഗിയർ ഗിയറാണത്. അങ്ങനെ ഇടണം. അപ്പൊ നമ്മൾ ഇങ്ങനെ കാർ എടുക്കുമ്പോഴത്തേക്ക് 1 ഇടണം. അങ്ങനെ 1 ഇട്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചു പോയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഏട്ടാ 2 ഇടാൻ മറന്നുപോയി. കിട്ടി എനിക്ക് ഒരു അടി അപ്പൊ തന്നെ. എന്തിനാ അടിക്കണേ? കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ? അത് അടിക്കണം. അങ്ങനെയൊക്കെ അടിക്കാൻ പാടുവോ? നമ്മളെ പഠിപ്പിക്കുന്ന സാറല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് എന്താ അറിയോ, ഇത് ഭയങ്കര പാടുള്ള പണിയാണ്. കാരണം ഈ സ്റ്റിയറിംഗ് പിടിക്കണം, പിന്നെ ഇതാക്കണം, പിന്നെ അവിടെ ഇവിടെ ഒക്കെ ചവിട്ടണം. അതെന്താ അറിയോ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോ ഈ ഡ്രൈവ് ചെയ്തിട്ടൊക്കെ പോകുന്ന ആളുകളെ ഞാൻ ശ്രദ്ധിക്കലുണ്ട്. അപ്പൊ അവർ ഇതൊക്കെ ചെയ്തിട്ട് കാണുമ്പോ ആകെ നമുക്ക് പ്രാന്താവും. ഇതൊന്നും മനസ്സിൽ നിൽക്കില്ല. ഞാൻ അതുകൊണ്ട് അത് പഠിക്കാത്തത്. അതുകൊണ്ടൊന്നല്ല ഏട്ടന് ബുദ്ധി. മതി മതി, കൊറേ നേരം ആയല്ലോ വിസ്താരം തുടങ്ങിയിട്ട്. ഞാൻ അകത്ത് കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ പറയണ്ട, മതിയാക്ക്. വേറൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇത് പഠിച്ചു കഴിഞ്ഞാ ഇവരുടെ ഈ ഡ്രൈവിംഗ് സ്കൂളിലുണ്ടല്ലോ, അതിൽ പഠിച്ചു കഴിഞ്ഞാൽ പക്ഷെ അത് ഡ്രൈവിംഗ് പഠിയില്ല. നമ്മൾ സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കണം, എന്നാലേ പഠിയുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാങ്ങിക്കാന്ന്. അത് പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അതിനിങ്ങനെ വിസ്തരിച്ചോണ്ടിരുന്ന വല്ല കാര്യം നടക്കും. അതാണ്ട് ഇതില് അകത്ത് വന്ന് പണിയെടുക്കാതിരിക്കാനുള്ള പണിയാണ് ഈ കണക്ക്. ഞാനേ ഡ്രൈവിംഗ് പഠിത്തമൊക്കെ ഇന്നത്തോടെ വെച്ച് കെട്ടിക്കോളാം. കാര്യമായിട്ട് ഞാൻ പറഞ്ഞേക്കാണ്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചാലേ ഉള്ളൂ. ഉള്ളു. പക്ഷെ നീ അകത്തൊന്ന് ജോലി ചെയ്യും, ഞാൻ പോയി പഠിക്കുകയും ചെയ്യും. പിന്നെ